ഹേ ട്രേഡേഴ്സ്, ഈയിടെയായി നിങ്ങൾക്ക് വിപണിയിൽ പണം നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം നിർത്തി ശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള വിജയകരമായ എല്ലാ വ്യാപാരികളും, അത് വാറൻ ബഫറ്റായാലും രാകേഷ് ചുഞ്ചുൻമാലയായാലും അല്ലെങ്കിൽ ജോർജ് സോറോസ് ആയാലും, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? നഷ്ടങ്ങൾ അവസാനമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി കമ്പോളത്തിലേക്ക് അടയ്ക്കുന്ന ട്യൂഷൻ ഫീസാണ് അവ. നിങ്ങൾ നോക്കൂ, മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും കഠിനമായ അധ്യാപകനാണ്. ഇത് നിങ്ങളുടെ ക്ഷമയും അച്ചടക്കവും മാനസികാവസ്ഥയും പരീക്ഷിക്കുന്നു. എന്നാൽ ഇവിടെ സത്യം ഇതാണ്, നിങ്ങൾ പഠിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടൂ. ഓരോ ചുവന്ന ദിവസവും നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ തന്ത്രം, നിങ്ങളുടെ തീരുമാനമെടുക്കൽ എന്നിവയെക്കുറിച്ച്. ഒരു സ്റ്റോക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം നിമിത്തം നിങ്ങൾ ഒരു സ്റ്റോക്ക് പിന്തുടർന്നിരിക്കാം. നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്ലാൻ ഇല്ലാതെ കച്ചവടം നടത്തിയിരിക്കാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവരും അത് ചെയ്തു. തെറ്റ് അംഗീകരിക്കുക, അതിൽ നിന്ന് പഠിക്കുക, മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാന കാര്യം. ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ എന്തിനാണ് തുടങ്ങിയതെന്ന് ഓർക്കുക. നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നിങ്ങൾ ആരംഭിച്ചത്. സാമ്പത്തിക സ്വാതന്ത്ര്യം, സമയ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിൽ വൈദഗ്ധ്യം നേടാനാകുമെന്ന് സ്വയം തെളിയിക്കുന്നു. ആ വിശ്വാസം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇടവേള എടുക്കുക. നിങ്ങളുടെ ട്രേഡുകൾ പഠിക്കുക. നിങ്ങളുടെ തന്ത്രം വീണ്ടും പരിശോധിക്കുക. ചെറിയ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുക. പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ലാഭത്തിലല്ല, കാരണം ലാഭം അച്ചടക്കത്തിന്റെ ഫലമാണ്, ഭാഗ്യമല്ല. അപകടസാധ്യതയെ മാനിക്കുകയും സ്ഥിരത പുലർത്തുകയും ചെയ്യുന്നവർക്ക് വിപണി പ്രതിഫലം നൽകുന്നു. നിങ്ങൾ വീണ്ടെടുക്കുന്ന ഓരോ നഷ്ടവും നിങ്ങളെ ശക്തനും ബുദ്ധിമാനും ശാന്തനുമായ ഒരു വ്യാപാരിയാക്കുന്നു. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും തിരിച്ചറിയുകയും ചെയ്യും, ആ നഷ്ടങ്ങൾ വഴിത്തിരിവായിരുന്നു. അതുകൊണ്ട് തല ഉയർത്തി നിൽക്കുക. ക്ഷമയോടെ നിൽക്കുക. നിങ്ങളുടെ യാത്രയെ വിശ്വസിക്കൂ. കാരണം അതിജീവിക്കുന്ന വ്യാപാരികൾ നഷ്ടപ്പെട്ടതിനു ശേഷം ഉപേക്ഷിക്കാത്തവരാണ്, അവർ പരിണമിക്കുന്നു.